മെൻറ്ററായ ശ്രീ ചാൾസ് സാറിന് ഞാൻ ഹൃദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ ഷഹീദ് സാറിനൊക്കെ തോന്നുന്നു നമ്മൾ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പിലാണ് ലാസ്റ്റ് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ. ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. ചാൾസ് സാറിന് പിന്നെ പാലക്കാട് നിന്നും ഒക്കെ കാണാറുണ്ട്. കുറച്ച് പേരെയൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട്, കുറെ പേര് വീഡിയോ കാണുന്നില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസം മുൻപ് ചാൾസ് സാർ എന്നെ വിളിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ മീറ്റിങ്ങിൽ. എന്തായാലും ഇന്ന് അതിന്റെ ഭാഗ്യം, അതിന്റെ സമയം ഒത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ആദ്യം, കാരണം മോർണിംഗ് മീറ്റിങ്ങിന്റെ പ്രത്യേകത ഇന്നലെ തുടങ്ങിയ ആൾക്കാർ പോലും ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവും. നമുക്ക് സാധാരണ ലീഡേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് ആയിരിക്കും, എന്നാൽ ഇവിടെ വളരെ ഫ്രഷ് ആയ ആൾക്കാർ പോലും ഉണ്ടാവും അല്ലേ. സോ ഞാൻ സാറിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ധനിഷ് മാധവൻ, സ്വദേശം കോഴിക്കോടാണ്, കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഞാൻ ബേസിക്കലി പഠിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ, ഇപ്പൊ ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ മേഖലയ്ക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ യാതൊന്നുമില്ലാതെയാണ് ഞാൻ ഈ മേഖലയ്ക്ക് എത്തിപ്പെടുന്നത്. തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പരിചയപ്പെടുന്നത്. ഞാൻ ബേസിക്കലി പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സ്പെസിഫൈഡ് ഡിവിഷനായ ടൂൾ ആൻഡ് ഡേ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കൊച്ചിയിൽ ജോലിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. ശരിക്ക് ഡയറക്ട് സെല്ലിംഗ് ഞാൻ കേൾക്കുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം ജോലി ഷിഫ്റ്റ് കഴിഞ്ഞ ശേഷം എന്നോട് ഒരു പ്രോഗ്രാമിന് വരാൻ ആവശ്യപ്പെട്ടു. സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞാൽ റൂമിൽ പോയി കിടന്നുറങ്ങും. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരൻ ക്ഷണിച്ചപ്പോൾ എന്താ പറയാ, വേറെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ കൂട്ടുകാരുടെ ടൗണിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രോഗ്രാമുകൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരു എനർജി വരാനുണ്ട് അല്ലേ. കാരണം നമ്മൾ കുറെ നാള് എഫേർട്ട് എടുത്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയ ഒരുപാട് പേരെ പ്രോഗ്രാമുകൾ കാണാം. അപ്പൊ ഞാനും എനർജൈസ്ഡ് ആയി. ഞാൻ എൻ്റെ കൂട്ടുകാരോട് കൊള്ളാന്ന് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഞാൻ നോക്കിയപ്പോ എന്താ പറയാ, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയി. അല്ലെ, നമ്മൾ കണ്ട് അറിഞ്ഞ കാര്യം, കേട്ട് നേരിട്ട് മനസ്സിലാക്കിയ കാര്യം, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയത്, ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയി. ഞാൻ എടുക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തി എൻ്റെ പാപ്പനായിരുന്നു, കൊച്ചച്ഛൻ. ഞാൻ ആളെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയെ പറ്റി കേൾക്കുന്ന കാലഘട്ടത്തിൽ അന്ന് കേരളത്തിലെ 14 പേരിൽ ഒരാളായിരുന്നു. അതായത് ഇന്നത്തെ പോലെ ഒരുപാട് രജിസ്ട്രേഷൻസ് ഒന്നുമില്ല. അന്ന് ഒരു ജില്ലയ്ക്ക് ഒരു RTO ആയിരുന്നു. അന്ന് എൻ്റെ കൊച്ചച്ഛൻ, അത് സമൂഹത്തിലും ഫാമിലിയിലും വളരെ വാല്യൂഡ് ആയ ഒരു പേഴ്സണോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിച്ചു. അപ്പൊ എൻ്റെ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ധനുഷ, നീ വെറുതെ വീട്ടിൽ പോലീസിനെ കയറ്റണ്ടെന്ന്. ഹലോ, കാലത്ത് തന്നെ ഇതിനാണ് വിളിച്ച് കേൾപ്പിച്ചതെന്ന് ചോദിക്കരുതേ. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി ഞാൻ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു അത്രയും യൂണിഫോമിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞാണ്, എൻ്റെ പാപ്പനാണ് ആള്, വീട്ടിൽ വെറുതെ പോലീസിനെ കയറ്റേണ്ടത്. ഈ ഒരു മറുപടി കിട്ടിയ ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചാല്, അതായത് എന്നെ ഓപ്പർച്യൂണിറ്റി കേൾപ്പിച്ച കൂട്ടുകാരൻ വിളിച്ചാല് ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. കാരണം എൻ്റെ കൂട്ടുകാരൻ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ മാക്സിമം മുങ്ങി കിടക്കും. അഥവാ ഇനി അവന്റെ മുന്നിൽ പെട്ടാൽ തന്നെ അവൻ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട ഇവിടെ കൂടെ വിട്ടുകളയാന്നല്ലാതെ ഞാൻ ഒന്നും ഈ മേഖലയെ പറ്റി സീരിയസ് ആയി ചിന്തിച്ചില്ല. കാരണം കൊച്ചച്ഛന് അത്രയും വാല്യൂഡ് ആയ ഒരു പേഴ്സൺ ആണ്. സമൂഹത്തിലാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ആളെ മുന്നിൽ ഉണ്ടാവുക. അപ്പൊ ആളൊരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ ആവില്ല എന്നുള്ള എൻ്റെ ഒരു ധാരണയുടെ പുറത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പിന്നെ എടുക്കാത്ത അവസ്ഥയായി. അങ്ങനെ കുറച്ച് നാൾ പോയപ്പോഴാണ് കൂട്ടുകാരൻ, കാരണം എൻ്റെ കൂടെ അതേ കമ്പനിയിൽ അതേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഒരു ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് ആള് കൂടെ വന്നു. ആളുടെ വീട്ടിൽ പോകുന്നതിന് പകരം എൻ്റെ കൂടെ റൂമിലേക്ക് വന്നു.
ആൾ അവിടെ ഇരുന്നിട്ട് അത് അന്നൊരു സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അതായത് 3 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് തീരും. 12 മണി കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു 1:30, 1:45, 2 മണി വരെ ആള് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ കേൾക്കുന്നത്. അതിൽ ആള് പറഞ്ഞൊരു കണക്കാണ് സത്യം പറഞ്ഞാൽ പണ്ട് എന്നെ ഈ ഇൻഡസ്ട്രിയെ സീരിയസ് ആയിട്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. കാരണം അദ്ദേഹം അന്ന് ചെറിയൊരു പേപ്പറും പേന എടുത്തിട്ട് എന്നോട് ചെറിയൊരു കണക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ധനുഷേ, കാരണം എന്റെ കൂട്ടുകാരനാണല്ലോ, പേര് വിളിച്ചു പറഞ്ഞാടാ, ഒരു ഗൃഹനാഥൻ, നിങ്ങൾ ഇപ്പോഴല്ല, ഞാൻ ഇൻഡസ്ട്രിക്ക് വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അതുകൊണ്ടാണ് പറയണേ. ഒരു ഗൃഹനാഥൻ ഇപ്പൊ വീട്ടിലെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട്, അല്ല വീട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എല്ലാ ചെലവും കഴിഞ്ഞിട്ട് മാസം ഒരു 10,000 രൂപ മാറ്റി വെക്കുന്ന ഒരു ഗൃഹനാഥനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു കൊള്ളാം, അടിപൊളി എന്ന് പറഞ്ഞു. കാരണം ഇത് കേൾക്കണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ടൂർ ആൻഡ് ഡേ കഴിഞ്ഞു, ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ടാണ് ഞാൻ കൊച്ചിയിൽ ജോലി കിട്ടിയത്. ആ സമയത്ത് ഞാൻ മാരീഡ് അല്ല. അന്ന് 10,000 രൂപ പോയിട്ട് മാസം എന്താ പറയാ, ഒരു മാറ്റിവെപ്പ് എന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന പൈസക്ക് ജീവിച്ചു പോകുന്നുണ്ടെന്നല്ലാതെ മാറ്റിവെപ്പൊന്നും എനിക്കില്ല. അപ്പോൾ 10,000 രൂപ എല്ലാ മാസം മാറ്റി വെക്കുന്ന ഒരാളെ പറ്റി ഞാൻ സ്വാഭാവികമായും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ പേപ്പറും പേന എടുത്തിട്ട് ആദ്യം ചെയ്തത്, 10,000 രൂപ മാസം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് 10,000 × 12 എന്ന് പേപ്പറിൽ എഴുതി. അപ്പൊ നമുക്കറിയാം 1,20,000 കിട്ടും. ഇനി അങ്ങനെ ഒരായുസിൽ ഒരാൾക്ക് എത്ര വർഷം ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു 25-30 വയസ്സാവണം ഒരു ജോലി കിട്ടാൻ, അല്ലേ? ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ ആ പ്രായമാവും. ഇനി ആരോഗ്യം അനുവദിക്കുകയാണെങ്കിലും എല്ലാം അനുകൂലമാണെങ്കിൽ മിനിമം ഒരു 55 വയസ്സരെങ്കിലും ജോലി ചെയ്യണം. അപ്പൊ 25 കയറി 55 എന്ന് പറഞ്ഞാൽ പോലും 30 വർഷം ജീവിതത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, 10,000 രൂപ വെച്ച് മാസം മാറ്റി വെച്ചാൽ ഒരു ആയുസ് കൊണ്ട് എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരിക്കും ഒരു ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ നിങ്ങളിവിടെ ചെയ്ത് നോക്കേണ്ടിയിരുന്നേ. 10,000 × 12 × 30 അത് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. കണക്കാണല്ലോ, ലോകത്ത് എവിടെ പോലും ഒരേ ഉത്തരമാണ്. 36 ലക്ഷം രൂപ എന്ന് കിട്ടും. ആ അതെ, സതിച്ചേച്ചി എന്നെ സഹായിക്കുന്നുണ്ട്. ഈ 36 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 30 വർഷം കഴിഞ്ഞിട്ട് 36 ലക്ഷം രൂപയുടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. നമുക്കറിയാം, ഇപ്പൊ നിങ്ങള് ഞാൻ സാധാരണ കാണിക്കുന്ന സ്ലൈഡ് ഉണ്ട്, ഞാനിപ്പോ അത് ഓടിച്ചു പറയാം. മലബാർ ഗോൾഡിന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ, അതായത് ഇപ്പൊ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഒരു 2 വയസ്സുള്ള മകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 2-3 വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടിയുണ്ട്. നമുക്കറിയാം ആ വീട്ടിലൊരു കല്യാണം വരാൻ സ്വാഭാവികമായിട്ടും ഒരു 20 വർഷം മിനിമം സമയമുണ്ട്. ഇപ്പോ ഞാൻ ആ മലബാർ ഗോൾഡിന്റെ അഡ്വർടൈസ്മെന്റിൽ കണ്ടത്, അവർ 1925 മുതൽ ഇപ്പൊ 2026 101 വർഷത്തെ സ്വർണത്തിന്റെ വിലയുടെ ഗ്രാഫാ. അതിൽ 2000 കാലഘട്ടത്തില് അവർ ഒരു പവൻ സ്വർണത്തിന്റെ വില ആയിട്ട് പറഞ്ഞത് 3,120 ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് സംസാരിക്കാം. 2000-ൽ 3,000 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വിലയായിട്ട് മലബാർ ഗോൾഡിന്റെ ആഡിലുള്ളത്. ആ ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോ ഞാനിപ്പോ ചോദിച്ചല്ലോ, ഇപ്പൊ 2 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു കല്യാണപ്രായം ആവണമെങ്കിൽ ഇപ്പൊ നമ്മൾ 2026 2046 കഴിയും, അല്ലേ? ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയും ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ ആൾക്കാർ പറയുന്ന ഉത്തരം ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയ്ക്കാവും ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ പറയുന്ന ഉത്തരം ചാറ്റിലൊന്ന് വന്നാൽ കൊള്ളായിരുന്നു. അല്ല വേണ്ട, ഞാൻ പല ആൾക്കാരോടും ചോദിച്ച ആൾക്കാർ പറയുന്ന ഉത്തരം, സാറേ ഒരു 3 ലക്ഷം ആവും, 4 ലക്ഷം ആവും എന്നൊക്കെ പറയും. 1 ലാക്ക് അല്ല, 2046 വില ഞാൻ ചോദിച്ചേ. ഇപ്പൊ 1 ലാക്ക് എബോ. രാജേഷ് സാർ 2 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റിയ സംഖ്യകൾ 2, 1, 2 അല്ല, ഒന്നല്ല, ഒന്നിപ്പോ തന്നെ 1ന്റെ മുകളിലാണല്ലോ. 2, 3 3 ലക്ഷം. ഓക്കെ, താങ്ക് യു. 2 ലക്ഷം. ഓക്കെ, താങ്ക് യു, ഉത്തരം കിട്ടി. ഇതാണ് നമ്മൾ പറയുക, അല്ലേ? എന്നാൽ ഞാനിപ്പോ ഗ്രാഫ് കാണിക്കുന്നില്ല, ഞാൻ സംസാരിക്കാൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആ ഗ്രാഫ് ഞാൻ ചാൾസ് സാറിന് ഷെയർ ചെയ്യാം. 2000-ൽ ഒരു പവന്റെ വില 3,000 സംതിങ് ആയിരുന്നു, അല്ലെ 3,000 ആയിരുന്നു റൗണ്ട് ഓഫ്. 5 വർഷം കഴിഞ്ഞു 2005-ൽ അത് 6,000-ലേക്കാണ് മാറിയത്.
2010 അത് 12,000-ലേക്കാണ് മാറിയത്. 15-ൽ 24,000 കഴിഞ്ഞു, 2020-ൽ 48,000 കഴിഞ്ഞു, 25-ൽ നമ്മളൊക്കെ കണ്ടതാണ് 96,000 ക്രോസ് ചെയ്തത്. അതായത് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് എടുത്ത് പഠിക്കുകയാണെങ്കിലും ഓരോ 5 വർഷം കൂടുമ്പോൾ സ്വർണത്തിന്റെ വിലയിൽ വരുന്ന മാറ്റം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഐ മീൻ ഓൾ ഓവർ വേൾഡ്. ഓരോ 5 വർഷം കൂടുമ്പോൾ സ്വർണത്തിന്റെ വില ഡബിൾ ആവുകയാണ്. കഴിഞ്ഞ 25 വർഷം മാത്രം നിങ്ങളൊന്ന് കണക്കിലെടുത്ത് പഠിച്ചാൽ മതി. അതായത് 2000-ൽ 3,000 രൂപയുടെ മുതലിന് ഇപ്പൊ അതിന്റെ ഏകദേശം 39 മടങ്ങ് കൊടുക്കേണ്ടി വരുന്നു. അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞല്ലോ 2025-ൽ 96,000 നമ്മളൊക്കെ കണ്ടതാണ് ഒരു പവന്റെ വില. 2025 ഡിസംബർ സമയത്തൊക്കെ 96,000, ഇപ്പോൾ 1,00,000-ന് മുകളിലേക്ക് മാറി. അതൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2025-ൽ 1,00,000 ആയിരുന്നു സ്വർണത്തിന്റെ വില എന്ന് നിങ്ങളൊന്ന് റൗണ്ട് ഓഫ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 2030-ൽ എത്ര ആവണം? കഴിഞ്ഞ 25 വർഷം 1/4 നൂറ്റാണ്ടിന്റെ കണക്ക് പ്രകാരം 25-ൽ 1,00,000 ആയിരുന്നെങ്കിൽ 30-ൽ അത് 2,00,000-ലേക്കാണ് ടച്ച് ചെയ്യേണ്ടത് കണക്ക് പ്രകാരം. 35-ൽ അത് 4-ലേക്ക് മാറണം. 40-ൽ അത് 8,00,000-ലേക്ക് മാറണം കണക്ക് പ്രകാരം. 45 അല്ലെ 46, നമ്മുടെ ഇപ്പൊ പറഞ്ഞ 2 വയസ്സുള്ള കുട്ടിക്ക് കല്യാണപ്രായം ആവുമ്പോൾ 16 ലക്ഷത്തിലേക്കാണ് ഒരു പവന്റെ വില കണക്ക് പ്രകാരം മാറേണ്ടത്. പക്ഷെ നമ്മളിവിടെ എല്ലാവരും എന്നോട് സഹകരിച്ച സംഖ്യയാണ് നമ്മുടെ മനസ്സിലുള്ള സംഖ്യ അല്ലെ, 2 ലക്ഷം 3 ലക്ഷം. ഇനി ഇതിപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് 2046 ഒരു പവന് 16 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവനാണ് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ 2000 കാലഘട്ടത്തില് 3,000 രൂപയുടെ മുതലിനാണ് ഇപ്പൊ നമ്മൾ ഈ 1.21 വരെ പോയിട്ടുണ്ട് അല്ലെ. അതായത് 42 മടങ്ങ് വരെ പോയിട്ടുണ്ട്. ശരിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ 2000 കാലഘട്ടത്തിൽ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ ഒരു സ്ഥലക്കച്ചവടം നടന്നു, ഒരു 10 ലക്ഷം കിട്ടിയെന്ന് സങ്കല്പിക്കുക. നമ്മളാ കിട്ടിയ 10 ലക്ഷം ബാങ്കിലൊക്കെ ഇടുന്നതിന് പകരം നേരെ കൊണ്ടുപോയി ഗോൾഡ് വാങ്ങി. ചിന്തിക്കണം, 2000-ൽ 10 ലക്ഷം രൂപ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി എന്തോ ഒരു കച്ചവടത്തിൽ. നമ്മൾ നേരെ ഗോൾഡ് വാങ്ങി, അത് നേരെ ഗോൾഡ് വാങ്ങി അലമാരിയിൽ വെച്ചു പൂട്ടി. ആ ഗോൾഡ് ഇപ്പൊ എടുത്ത് ഈ 2026 സെൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ 4 കോടി രൂപയ്ക്ക് അടുത്തുണ്ടാവും ആ തുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ രീതിയിലാണ് എക്സ്പെൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പവന് 16 ലക്ഷം അല്ലേ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10,000 വെച്ച് മാറ്റി വെച്ച് 30 വർഷം ഒരു ആയുസ് മുഴുവൻ പണിക്ക് പോയാൽ 36 ലക്ഷം കിട്ടിയാൽ 30 വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ സ്വപ്നങ്ങൾ പോയിട്ട്, ആവശ്യങ്ങൾ പോയിട്ട്, അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു ജോലി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയി നടക്കൂല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഈ മേഖലയെ പറ്റി അല്പമെങ്കിലും സീരിയസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു അബദ്ധം, എൻ്റെ പാപ്പനൊരു കാര്യം പറഞ്ഞപ്പോൾ ആ സംശയം എൻ്റെ ലീഡറുമായിട്ട് പങ്കുവെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മുൻപേ ഈ മേഖലയിൽ കുറച്ചും കൂടെ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിരുന്നേനെ. പിന്നെ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അല്ലേ ദാസ? അത് തന്നെ. ഞാൻ ഈ സംശയം പങ്കുവെച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം. ഇനി അപ്പൊ അങ്ങനെ ഇത് തുടങ്ങി. തുടക്കത്തിൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഇവിടെ കാര്യം ഇപ്പൊ നമ്മൾ കാണുന്ന ലീഡേഴ്സിന്റെ ഒക്കെ അച്ചീവ്മെന്റുകൾ നല്ല 6 വരി പാതയാ. പക്ഷെ ഈ 6 വരി പാതയിലേക്ക് എത്താൻ ആദ്യം ഒരു ഒറ്റയടി പാതയെ കൂടെ നടന്ന് അങ്ങനെ തന്നെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കഴിയാതെ ഈ ഇൻഡസ്ട്രിയിൽ സക്സസ് ആയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും തുടക്കത്തിൽ ഞാനിപ്പോ കോഴിക്കോട് ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ മൈലേഷ്യയിൽ തുടങ്ങുന്ന സമയത്ത് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ കർണാടകയിൽ പോകണം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു കൺവിൻസ് ചെയ്തു, ഒരാൾ പറയാണ് ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഇതാ അല്ലെങ്കിൽ 95 താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് വാങ്ങണമെങ്കിൽ ഒന്നുകിൽ കർണാടകയിൽ പോകണം, കാരണം കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല. നിങ്ങൾക്ക് സീനിയർ ലീഡേഴ്സിന് എല്ലാവർക്കും സാറിനൊക്കെ അറിയാം, തുടക്ക കാലഘട്ടം ഇവിടെ ഒരുപാട് സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അന്ന് കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ 30-ലധികം ഔട്ട്ലെറ്റ് ആയി, ഓൺലൈൻ അവൈലബിലിറ്റി ആയി അല്ലേ. സോ ഞാൻ ഈ തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മിനിമം 4.5 മണിക്കൂർ എനിക്ക് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യണം. ട്രാവലിംഗ് ടൈം 4.5 മണിക്കൂറാ.
അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രൊഡക്റ്റ് വാങ്ങി വരാനുള്ള ടൈം എത്രയാന്ന്. ആ സമയത്തുനിന്ന് ഇപ്പോ മാക്സിമം ഒരു 30 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ഔട്ട്ലെറ്റ് ഇടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. തുടക്കത്തില് നമ്മൾ നേരിട്ട വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല അല്ലെ. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സമയം എല്ലാവർക്കും ഉണ്ട്. ഇൻഡസ്ട്രി എന്നല്ല, ലോകത്തിലെ എല്ലാവർക്കും. സോ ആ ഒരു കഷ്ടപ്പാടിന്റെ സമയം കടന്നു കിട്ടാൻ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇപ്പോ എന്നെ കൂടെ ക്ഷണിച്ചപ്പോൾ ഷഹീർ സാറ് CTC അല്ലെങ്കിൽ സീലിംഗ് അച്ചീവർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്റെ ടോട്ടൽ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ കടന്നു വരുമ്പോൾ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ട് ഒരു കഫ്നിൽ എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 43 കോടി ബിസിനസ് വോളിയം എന്റെ ടോട്ടൽ ടീമിലൂടെ ജനറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ കഴിവല്ല, ഇത് എന്റെ ടീമിന്റെ റിസൾട്ട് വിളിച്ചു പറഞ്ഞു എന്നുള്ളൂ. ഒരു ലെവല് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിന്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ റിസൾട്ട് ആണ് അല്ലേ. ഈ ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി അതാണല്ലോ. അപ്പോ ഒരു കഫ്നിൽ വിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ആയുർവേദ ബാക്ക്ഗ്രൗണ്ട്, മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നും അല്ല ഉള്ളത്. ഞാൻ പഠിച്ചത് വേറെ മേഖലയാണെന്ന് പറഞ്ഞു. എന്റെ അച്ഛനാണെങ്കിൽ ഗസ്റ്റഡ് ഓഫീസർ ആയിരുന്നു, അമ്മ ടീച്ചറായിരുന്നു, ചേച്ചി വർക്ക് ചെയ്യുന്ന കോഴിക്കോട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ. ആ ഒരു ജോബ് സെഗ്മെന്റഡ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ഈ ബിസിനസിന്റെ ബ്യൂട്ടി, നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണെന്നുള്ള ചോദ്യമില്ല. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഈ ഇൻഡസ്ട്രി തരും. അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 600-ലധികം ആൾക്കാർ ഈ ഒരു മോർണിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ ഇതൊരു പെയിനാണ്, അല്ലെങ്കിൽ ഒരു ത്യാഗമാണ് അല്ലേ. നല്ല ഇപ്പൊ എന്റെ വീട് ഇവിടെ ചുറ്റോട് നല്ല മഴയാണ്. ഇതേപോലെ മഴയത്ത് രാവിലെ എണീറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മടിയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷെ എന്നാലും അതിനെ മറികടന്ന് നിങ്ങൾ ഈ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. അതായത് നമ്മൾ പറയും ഏണിങ്സ്, സമ്പാദ്യം വരണമെങ്കിൽ ആദ്യം ആ വാക്കിന്റെ മുൻപ് ഒരു അക്ഷരം ചേരാനുണ്ട്, L അല്ലേ. ലേണിങ്സ് വരുമ്പോഴേ ഏണിങ്സ് കൂടും. സോ ആ പ്രോസസ്സിന് വേണ്ടി ആരാണോ, അതായത് ലേണിങ്ങിന് വേണ്ടി തയ്യാറാവുന്നവർക്ക് മാത്രമേ ഏണിങ്സ് കിട്ടുന്നുള്ളൂ കൂടുതലായിട്ട്. സോ അതിനുവേണ്ടി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഒരു അഭിവാദനം അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കണം. ഇനി ആൾക്കാരാണെങ്കിലും നമ്മളെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന ആരും സമൂഹത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യം അറിയണം. അതിന് പല പല റീസൺസ് ഉണ്ടാവും അല്ലേ. ഒരുപക്ഷെ എന്താ പറയാ, നിങ്ങളത് ഇറങ്ങി ഇപ്പൊ സ്റ്റാർട്ട് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇനി ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഷഹീർ സാറെ സ്ലൈഡ് ഷെയർ ചെയ്യാമല്ലോ? ഓക്കെ സാറേ, ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? ഉണ്ട് സാറേ, കാണുന്നുണ്ട്, കാണാൻ കഴിയും. ഓക്കെ. ഞാന് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സാഹചര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ വായിച്ചു, നമ്മുടെ ഇൻഡസ്ട്രിയുടെ വെൽനസ് സൈഡിലേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ഇപ്പോ നമ്മുടെ MD നിങ്ങൾക്കറിയാം, നമ്മുടെ MD പ്രവീൺ സാറ് 2025 നമ്മുടെ നെക്സസ് പ്രോഗ്രാമിന് വന്നപ്പോ പറഞ്ഞ കാര്യമാണ്. ഒരു മിനിറ്റേ ഉള്ളൂ, വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ സാറേ? വീഡിയോ കാണാൻ കഴിയുന്നില്ല കേട്ടോ, സൗണ്ട് മാത്രമേ ഉള്ളൂ. അതെയോ? ഇപ്പോഴോ? ഓക്കെ സാർ, കാണാം. இப்ப நான் வரேன். கம்பெனியோட விஷன்
அடுத்த 5 வருஷம் நான் இன்னும் யோசிக்கிறேன். மை டியர் ஃப்ரெண்ட்ஸ், 2030 2030 you are going to see MI Lifestyle is going to achieve $1 billion business. ഇപ്പൊ നിങ്ങൾ കുറെ പേര് കൈയടിച്ച് കേട്ടു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും നേരിട്ട് പങ്കെടുത്ത പ്രോഗ്രാമാണ് നമ്മുടെ അങ്കമാലിയിൽ വെച്ച് നടന്നത്. അതായത് അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞത് 2030 ആവുമ്പോൾ $1 ബില്യൺ, ഒരു ഡോളറിന് ഇപ്പൊ 100 രൂപയ്ക്ക് അടുത്താണ്. അതായത് 10,000 കോടിയിലേക്ക് കച്ചവടം മാറാൻ പോവുകയെന്ന്. എന്തിനാണ് ഇത്രയും പേര് കൈയടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടില് ഇപ്പൊ മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ ടേൺ ഓവർ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, നല്ലൊരു ശതമാനവും എത്താൻ പോകുന്നത് മുകേഷ് അംബാനിയുടെ കയ്യിലേക്കാണെങ്കിൽ, ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ മിനിമം ഈ പറഞ്ഞ 4,000-5,000 കോടിക്ക് അടുത്ത തുക എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാരുടെ കയ്യിലേക്ക് വരുന്ന 4 വർഷം കൊണ്ട് എത്തിക്കാൻ പോവുകയാണ് അദ്ദേഹം. നിങ്ങൾ എന്തിന് കൈയടിച്ചു എന്നുള്ളത് തിരിച്ചറിയണം. കാരണം ഇവിടെ അദ്ദേഹം 10,000 കോടി ടേൺ ഓവർ പറയുമ്പോൾ അതിന്റെ 45% എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. $1 billion அப்படின்னா கிட்டத்தட்ட 9,000 கோடி. மை டியர் ஃப்ரெண்ட்ஸ், 9,000 கோடி ரூபாய் பிசினஸ் ஆச்சு அப்படின்னா. ഒരു കാര്യം കൂടെ, 2013 കമ്പനി തുടങ്ങുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞത് 2020 ആവുമ്പോഴേക്കും 7 വർഷം കൊണ്ട് ഇന്ത്യയില് ടേൺ ഓവറിൽ നമ്മൾ നമ്പർ 1 ആവുമെന്ന് പറഞ്ഞു. കൊറോണയൊക്കെ വന്നത് കൊണ്ട് തന്നെ, ഭാഗ്യം കൊണ്ട് നമുക്ക് 2019 തന്നെ അതിലേക്ക് എത്താൻ പറ്റി. സോ ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ടാണ് ഈ സംഖ്യയുടെ വില നമ്മൾ ഓർമ്മിക്കാൻ പറയുന്നത്. எழுதி வைங்க, MI லைஃப் ஸ்டைல்ல கட்டாயமா 3 லட்சம் பேர் டிசியா இருப்பாங்க. குறைஞ்சது எவ்வளவு பேர் இங்க இருக்காங்க, பிளைட்ல கூட உட்கார்ந்து இருக்க மாட்டீங்க. என்னோட ட்ரீம், என்னோட விஷன், எவன் என்ன நம்பி வந்திருக்காங்களோ அவங்கள அவங்க வாழ்க்கையில ஒரு வாட்சியாச்சு ஃபாரின் ட்ரிப் அனுப்பணும். குறைஞ்சது 1 லட்சம் பேர் ஃபாரின் ட்ரிப் பண்ணுவாங்க. 3 லட்சம் பேர் குறைஞ்சது அட்லீஸ்ட் ஒரு வாட்டியாச்சு பிளைட்ல ஏறி பார்ப்பாங்க. மை டியர் ஃப்ரெண்ட்ஸ், என்னோட ஒரு ட்ரீம், പിന്നിൽ നിന്ന് പ്ലെയിൻ വരക്കും എല്ലാ പ്രോഡക്റ്റ് എടുത്തു വരണം. പിന്നിൽ നിന്ന് പ്ലെയിൻ അല്ലെ, നമ്മൾ മലയാളീകരിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരു ഫ്രേസ് ആണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും. അതിലിപ്പോ ഉപ്പ് വന്നോ? ஆனா 2030 குறைஞ்சது 1000 ப்ராடக்ட் ஆச்சு நம்ம கம்பெனில இருக்கும். ഞാനിത് കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ മാനേജ്മെന്റ് അത്രയും വലിയ വിഷനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഒരു വ്യക്തി ബന്ധപ്പെടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ പ്രവർത്തിക്കുന്ന കമ്പനി അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന്റെ വിഷൻ. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, കാണാൻ കഴിയും. എന്തോ ടെക്നിക്കലി ഞാൻ ആ ഫയലിൽ നിന്ന് പ്ലേ ആവുന്നില്ല, യൂട്യൂബിലേക്ക് ഡയറക്റ്റ് ഫോർവേഡ് ആവുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ? ഓക്കെ, മതി. ഇത് എന്താന്ന് പറഞ്ഞുതരാം. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 2025 മാർച്ച് 17 കേരള നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ 10 മിനിറ്റിനടുത്ത് ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ വ്യവസായത്തെ പറ്റിയായിരുന്നു ചർച്ചയെങ്കിൽ എന്താണ് ഗവൺമെന്റ് നിലപാടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് തുടക്കം മാത്രം ഞാൻ വെക്കാം. 304 ശ്രീ VR സുനിൽകുമാർ, ഭക്ഷ്യ വിതരണ പൊതു വകുപ്പ് മന്ത്രി. സർ, A&B സാമ്പത്തിക നയപരിഷ്കരണങ്ങൾ, ആഗോള വിപണി സാധ്യതകൾ, പുത്തൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം തുടങ്ങിയവ മൂലം സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിപണി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സർ, സ്റ്റേബിൾ ചെയ്യുന്നോ? താങ്ക് യു. ശ്രീ VR സുനിൽകുമാർ. സർ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും ഡയറക്ട് സെല്ലർമാരെയും നിരീക്ഷിക്കുന്നതിനായി മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിച്ചതായി പറഞ്ഞുവല്ലോ. ഇപ്രകാരം ഒരു സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം വിശദമാക്കാം. ഓക്കെ, ആ വീഡിയോ ലീഡേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും.
ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനേജ്മെന്റും കമ്പനിയും ഓക്കെയാണ്, നിയമപരമായിട്ടും കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് മാനേജ്മെന്റ് ഓക്കെ, നിയമം ലീഗലി ഓക്കെ കാര്യങ്ങൾ. ഇനി അടുത്ത ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പൊ വെൽനസ് ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ വളരെ രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ലേ. ബാക്കി എന്തുണ്ടെങ്കിലും ആദ്യത്തെ ഒന്നില്ലെങ്കിൽ പോയി. നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് പോൾസെൻ പിൽസർ, ലിവിങ് ലെജൻഡ് ആണ്. അദ്ദേഹത്തിന്റെ എന്റർപ്രണറിയൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ പുസ്തകം ലോകത്തെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് മാറിയ ബുക്കാണ്. അതിൽ അദ്ദേഹം ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇൻഡസ്ട്രി വാഴും എന്നതിനെ പറ്റി പറഞ്ഞതിൽ ഈ 2020 മുതൽ ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ആ പുസ്തകം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ഏറ്റവും മുകളിൽ കൊടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർ പറയുന്ന പല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. സ്ക്രീനിൽ കാണാലോ അല്ലെ? കാണാം. ഓക്കെ, എന്നാൽ ഇത് 2022 ജൂലൈ 16 വന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് ഈ നമ്മൾ 2022 ജൂലൈ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം ഓർമ്മയിലേക്ക് വരണേ. നമ്മുടെ 19-20 കൊറോണ കഴിഞ്ഞിട്ട് എല്ലാ വ്യവസായങ്ങളും എന്താ പറയാ താഴെ കിടക്കുന്ന സമയത്ത് 2021 പഠന റിപ്പോർട്ട് പറഞ്ഞത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഗ്രോസ് ഇൻ ഡബിൾ ഡിജിറ്റ്. ആ കാലഘട്ടത്തിൽ പോലും 2 അക്ക സംഖ്യയിലാണ് ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന വ്യവസായത്തിന് കൊറോണയോ വെള്ളപ്പൊക്കമോ എന്താണെങ്കിലും ഇത് മുന്നോട്ട് തന്നെയാണ്. റിസഷൻ പ്രൂഫ് എന്ന് തന്നെ പറയാം. കാരണം ഒരു പ്രശ്നം വരുമ്പോഴാണല്ലേ നമ്മൾ അതിനെ മറികടക്കുമ്പോഴല്ലേ അത് തെളിവായിട്ട് മാറുന്നത്. സോ ആ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിൽ പോലും ഈ ഇൻഡസ്ട്രി 2 അക്ക സംഖ്യയിൽ വളർന്നിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക പഠനങ്ങൾ വ്യക്തമാക്കിയത്. ഇനി ഏറ്റവും മുകളിൽ എഴുതിയ ലൈൻ എന്ന് വായിക്കാം. ഇൻഡസ്ട്രി ആഡ്സ് 53 lakh ന്യൂ കസ്റ്റമേഴ്സ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇയർ. ആദ്യത്തെ അർദ്ധവാർഷിക അല്ലെ 6 മാസം കൊണ്ട് 53 ലക്ഷം പേര് വരിക എന്ന് പറയുമ്പോൾ ഒരു മാസം കടന്നു വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാ? രാവിലെ വെറും വയറ്റിൽ കണക്ക് ചോദിക്കരുത് സാറേ അല്ലേ? അത് തന്നെ ഞാൻ പറയാം. 9-6-54 അല്ലെ? ഏകദേശം 9 ലക്ഷത്തോളം ആൾക്കാരാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ വ്യവസായത്തിലേക്ക് ഓരോ മാസവും 2021 കണക്ക് ഗവൺമെന്റ് 2022 റിപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഇപ്പൊ എത്രയായിരിക്കും അതിന്റെ വളർച്ച എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി ഈ പേപ്പർ ന്യൂസിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ് വിച്ച് അക്കൗണ്ട് ഫോർ ദ 55% ഓഫ് ഗ്രോസ് ഡയറക്ട് സെല്ലിംഗ് ടേൺ ഓവർ. അവിടെയാണ് നമ്മുടെ ഭാഗ്യം. നമ്മുടെ കമ്പനിയുടെ 85% ഉൽപ്പന്നങ്ങളും വെൽനസ് സെഗ്മെന്റിലുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ചുറ്റുവട്ടത്ത് പല കമ്പനികളും വരും അല്ലേ? സോ നമ്മുടെ മാനേജ്മെന്റിന്റെ വിഷൻ നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്താണോ ഇനി മാർക്കറ്റിൽ ആവശ്യമുള്ളത് അതാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ പ്രൊഡക്റ്റ്. ഇനിയിപ്പോ ഞാനാ പറഞ്ഞ റീഡിങ്ങുകളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തു എന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ വായിച്ചു. ഈ സംഖ്യ ഒരു മാസം 9 ലക്ഷം പേര് എന്നുള്ള സംഖ്യയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഗൂഗിൾ സഹായം കൂടെ ഞാനൊന്ന് തേടി. അതായത് നമ്മുടെയൊക്കെ അറിവില് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ എന്നുള്ള ഉത്തരം കിട്ടും. ആ ഇന്ത്യൻ റെയിൽവേയുടെ ടോട്ടൽ എംപ്ലോയീസിന്റെ എണ്ണം ഇത്രയും വർഷം കൊണ്ട് 12.5 ലക്ഷത്തിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഒരു മാസം 9 ലക്ഷം പേര് 2021 കടന്നു വന്നതിന്റെ വില മനസ്സിലാക്കാൻ. ലീഡേഴ്സ്, ഇവിടെയാണ് നമ്മളെയൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ അപ്ലൈൻ സ്പോൺസറോട് നമ്മൾ നന്ദിപൂർവ്വം കൈയടിക്കാറ് അല്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ഭാഗ്യമായിരിക്കാം. ഈ ഒരു വ്യവസായത്തിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി കേൾക്കാത്ത എത്രയോ പേര് ഇപ്പോഴും നമ്മളെ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ആധികാരിക പഠന റിപ്പോർട്ട് കൂടെ ഞാനൊന്ന് കാണിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ 2016 ഡിസംബർ 10 വന്ന റിപ്പോർട്ടാണ്. നിങ്ങൾക്ക് വായിക്കാം. വെൽനസ് ഇൻഡസ്ട്രി ടു ടച്ച് 1.5 lakh crore. ഈ പത്രവാർത്തയിൽ 1-2 ഭാഗങ്ങൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് സൂം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തുടക്കം തന്നെ, ഇന്ത്യൻ വെൽനസ് ഇൻഡസ്ട്രി ഈസ് പ്രൊജക്റ്റഡ് ടു ടച്ച് 1.5 lakh crore ബൈ 2020. ഓക്കെ, അതായത് നമ്മുടെ ഫിറ്റിയുടെയും ഏൺസ്റ്റ് ആൻഡ് യങ്
അതായത് ആധികാരിക ഡാറ്റ അനാലിസിങ് വേൾഡ് ലീഡേഴ്സ് ഇവരൊക്കെ ഇവരുടെ ആധികാരിക പഠന റിപ്പോർട്ട് 2016 പത്രവാർത്തയായിരുന്നു. അതിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇന്ത്യാസ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് വിച്ച് കംപ്രൈസസ് ഓഫ് 47% പീപ്പിൾ ബിലോ ഏജ് 25 ജോയിൻസ് ദ വർക്ക് ഫോഴ്സ് മേക്കിംഗ് വെൽനസ് എ മേജർ ഗ്രോത്ത് ഡ്രൈവർ. ഏകദേശം ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് പറഞ്ഞുതരാം. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിലെ ആവറേജ് പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി പറയാണ്. അത് ഇന്ത്യയിൽ 2016 25 താഴെയായിരുന്നു, 25 വയസ്സായിരുന്നു ആ സമയം. ഇപ്പൊ ജപ്പാന്റെ ഒക്കെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കിടക്കുന്നത് 70 മുകളിലാണ്. അതായത് ആവറേജ് ആൾക്കാരുടെ പ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ 25 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 2016 റിപ്പോർട്ടാണ് 4 വർഷം കഴിയുമ്പോൾ ഒരു 29-30 വയസ്സാവുന്നു അല്ലെ. 30 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കുക. വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം, വീട്ടിലെ ചെലവുകൾ അല്ലേ, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ ഒരു ഐഫോൺ വേണം, ഒരു കാറ് വേണം, ബൈക്ക് വേണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം. സോ വരുമാനമാണ് അവന്റെ ഏറ്റവും വലിയ ആവശ്യം ഒരു 30 വയസ്സുകാരനെ സംബന്ധിച്ച്. ആ സമയത്ത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏജ് 25 ആൾക്കാർ 30 എത്തുമ്പോൾ മേജർ ഗ്രോത്ത് ഡ്രൈവറായിട്ട് വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് അവരും വരുമെന്ന് 2016 റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പത്രവാർത്ത 2021 ഡിസംബറിലെ റിപ്പോർട്ടാണ്. ഹെഡിങ് നിങ്ങളൊക്കെ ഒന്ന് വായിക്കുമോ? മനസ്സുകൊണ്ട് അല്ല, വായാണ്ട് വായിക്കണ്ട, മനസ്സിൽ വായിച്ചാൽ മതി. വായിച്ചല്ലോ, ഹെഡിങ് വായിച്ചല്ലോ. ലോകം ആയുർവേദത്തിലേക്ക് മടങ്ങുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏകദേശം 650 ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ആരെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള ആൾക്കാരോട് അല്ലെ ബന്ധുക്കളോ പരിചയക്കാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. അവിടെ 10 വയസ്സിൽ താഴെ ഒരു കുട്ടിക്ക് ഒരു ചുമയോ ഒരു ശ്വാസമുട്ടലോ വന്നിട്ട് നമ്മളൊരു ആന്റിബയോട്ടിക് മെഡിക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ റിട്ടേൺ കൺസെന്റ് കൊടുക്കണം. ഹലോ, നമ്മുടെ നാട്ടിൽ വലിയ സർജറിക്കൊക്കെ കയറുമ്പോൾ പറയില്ലേ, കിട്ടിയാ കിട്ടി, പോയാ പോയിന്ന് എഴുതി കൊടുക്കൂലേ. അത് 10 വയസ്സുള്ള കുട്ടിക്ക് ക്യാപ്സൂൾ കൊടുക്കണമെങ്കിൽ മുന്നേ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ സംശയം ചോദിച്ചാൽ മതി. അതായത് ലോകം മുഴുവനും ഈ എന്താ പറയാ കെമിക്കൽസ് ഉപയോഗിച്ചുള്ള തെറാപ്പിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ സമയത്താണ് കണ്ടോ നമ്മുടെ ഈ പത്രവാർത്തയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് വിവിധ ചികിത്സാ രീതികൾ പരീക്ഷിച്ചതിന് ശേഷം ലോകം ആരോഗ്യത്തിലേക്ക് മടങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് വരാം. ഇതിന്റെ ഏറ്റവും അടിഭാഗം എടുക്കുക. ആയുഷ് വ്യവസായം 20,000 കോടി രൂപയിൽ നിന്ന് എത്ര ലക്ഷം? 1.5 ലക്ഷം. 1 ലക്ഷം. താങ്ക് യു. നമ്മുടെ 2016 പഠന റിപ്പോർട്ട് 2021 ഔദ്യോഗിക റിസൾട്ട് അല്ലെ കംപ്ലീറ്റഡ് റിപ്പോർട്ടായി പറയണേ. അതായത് ഈ ഓരോ പഠന റിപ്പോർട്ടുകളുടെ ആധികാരികത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2020 ടച്ച് എന്ന് പറഞ്ഞ കാര്യം 2021 വരെ ആവാനുള്ള കാരണം നിങ്ങൾക്കും അറിയാം അല്ലേ. ഒരു വർഷം എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ആയി എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പത്രവാർത്ത കാണിക്കാം. ഇത് 18 ഡിസംബറിൽ പേപ്പറൊക്കെ നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. ഗവൺമെന്റ് നോക്കിയപ്പോ വേണ്ട, ഇപ്പൊ നിങ്ങൾ തന്നെ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന നിങ്ങളും ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടില്, നിങ്ങളുടെയൊക്കെ നാട്ടില് കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന് കാരണമാകുന്ന അസുഖങ്ങളുടെ പേരൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? ഹാർട്ട് അറ്റാക്ക് അല്ലെ, നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, പ്രഷർ, ഷുഗർ, ഇതൊക്കെ വരും. അതായത് ഇപ്പോ കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന് കാരണമാവുന്ന ഈ അസുഖങ്ങളെ പൊതുവായിട്ട് ഡോക്ടേഴ്സ് വിളിക്കുന്ന പേരാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ. ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോ ഇതിന്റെ ഒരു കണക്കെടുപ്പിന് ഗവൺമെന്റ് ഇറങ്ങി 18. ഇതും 21 ഡിസംബറിലാണ് അതിന്റെ റിപ്പോർട്ട് വരുന്നത്. ഈ പത്രവാർത്തയുടെ ഹെഡിങ് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതശൈലി രോഗനിർണയം 18% പേർക്ക് ഗുരുതര രോഗസാധ്യത. ഗുരുതരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ സീരിയസ്, ക്രിട്ടിക്കൽ എന്നൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തരും എല്ലാവരും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, പറഞ്ഞ എത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായി, ആളുടെ കേസ് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അവസ്ഥ എന്ന് അല്ലേ. അതായത് ഇത് ഈ ശതമാനം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ 650 പേരുണ്ട്. ഏകദേശം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന
120-ഓളം ആൾക്കാരുടെ കാര്യം എന്താണെന്നാണ് ഗവൺമെന്റിന്റെ റിപ്പോർട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പത്രവാർത്ത പ്രകാരം, ഗവൺമെന്റിന്റെ ആധികാരിക പഠന റിപ്പോർട്ട് പ്രകാരം ഈ 650-ന്റെ 18%, ഏകദേശം 120 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 120 പേരുടെ സ്ഥിതി എന്താ? അതായത് അതിൽ ഞാൻ വിചാരിക്കും ധനുഷ് മാധവന് കുഴപ്പമില്ല, ഷഹീർ സാറിന് കുഴപ്പമില്ല അല്ലേ? അവനാൻ വിചാരിക്കുന്ന അവനാന് കുഴപ്പമില്ല. പക്ഷെ ഗവൺമെന്റ് നോക്കിയപ്പോ ഏത് 100 എണ്ണത്തിന് എടുത്താലും 18 എണ്ണത്തിന്റെ സ്ഥിതി ക്രിട്ടിക്കലാണ്. അതവിടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം തുടക്കം മുതൽ ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മുടെ മാനേജ്മെന്റ് ഓക്കെയാണ്, അത്രയും വിഷനോട് കൂടിയ മുന്നോട്ട് പോണത്. 2, ഗവൺമെന്റ് തലത്തിൽ കാര്യങ്ങൾ ഓക്കെയാണ്. നമ്മുടെ നിയമസഭയിൽ ഇതിനുവേണ്ടി മോണിറ്ററിംഗ് മെക്കാനിസം ഒന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻ ഡെപ്തിൽ പോകുന്നില്ല. സോ മാനേജ്മെന്റ് ഓക്കെ, ഗവൺമെന്റ് ഓക്കെ, സമൂഹം ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് 9 ലക്ഷത്തോളം ആൾക്കാർ ഈ മേഖല തെരഞ്ഞെടുക്കുന്നത്? സോ സമൂഹവും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആരാ ഓക്കെ ആവാനുള്ളത്? അത് നിങ്ങൾ തന്നെ തീരുമാനം എടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ എന്താണ് ഓക്കെ ആവാനുള്ളത് ഈ മേഖലയുമായിട്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഞാൻ അതിലേക്ക് സഹായിക്കുന്ന 1-2 കാര്യം കൂടെ പെട്ടെന്നൊന്ന് കാണിക്കാം. 7:15 ആയിട്ടുണ്ട്. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോവുകയാണേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആൾക്കാർ ഇത് പലതും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഞാൻ ഒരു റിപ്പോർട്ട് കാണിക്കാൻ പോവാണ്. इंडिया का मेडिकल सिस्टम जल्द ही कोलैप्स होने वाला है. കേൾക്കുന്നില്ലേ? ഇത് ക്ലിയർ അല്ലേ? കേൾക്കാം സർ. നിങ്ങൾ കേട്ടല്ലോ. ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് പറയണത്. मार्च 2016 को इंडिया की पार्लियामेंट्री कमेटी ने ये ओपनली एक्सेप्ट किया. इंडियन पार्लियामेंट कमेटी ഇത് അക്സെപ്റ്റ് ചെയ്തു. न्यूज में पब्लिश्ड एक रीसेंट स्टडी के हिसाब से इंडिया में बस गेस करो कितने परसेंटेज सर्जरीज फेक की जाती होगी. वेल, अ फ्रीकिंग 44% सर्जरीज फेक की जा रही है. मतलब ऑलमोस्ट हाफ ऑफ दी सर्जरीज कंप्लीटली अनवांटेड होती है, सिर्फ पैसे कमाने के मकसद से की. അതായത് നിങ്ങൾ കേട്ടു മനസ്സിലാക്കി. ഇന്ത്യയിൽ നടത്തപ്പെടുന്ന സർജറികളിൽ പകുതിയോളം അൺവാണ്ടഡ് ആണ്, അനാവശ്യമായിട്ടാണ് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന പകുതിയോളം സർജറികളും ചെയ്യുന്നത്. വെറും പൈസ ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി जा रही है. इसी रिपोर्ट ने इन सर्जरीज को बाइफर्केट करके भी बताया था कि कौन सी सर्जरियां हैं. इंडिया में होने वाले 55% ആ റിപ്പോർട്ടിൽ, പഠന റിപ്പോർട്ടിൽ ഓരോ എന്തൊക്കെ ചികിത്സകളിലാണെന്ന് ഓരോ വിഭാഗവും സെപ്പറേറ്റ് പറഞ്ഞു. ഹൃദ്രോഗ ചികിത്സയിൽ 55% അൺവാണ്ടഡ് ആണ്. heart surgeries, 48% uterus surgeries, 47% cancer surgeries, 48% knee replacement surgeries, 45% C-section surgeries, സിസേറിയൻ അടക്കം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒരു നെഞ്ചുവേദനയായിട്ട് ഒരാളെ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറയാണ് 2 ബ്ലോക്ക് ഉണ്ട്, ഇപ്പൊ വെച്ചോളണം സ്റ്റണ്ട്. പിന്നെ ചോദിക്കുന്നത് ഇന്ത്യൻ സ്റ്റണ്ട് വേണോ പുറത്തുനിന്നുള്ള വേണോ, വില തീരുമാനിച്ചു. ഇതാണ് ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ 50% അനാവശ്യമാണെന്നാണ് ഈ ഔദ്യോഗിക പഠന റിപ്പോർട്ട് പറയുന്നത്. completely unnecessarily हो रहे हैं, सिर्फ पैसे ऐंठने के मकसद से. रीजन सिर्फ और सिर्फ एक कॉर्पोरेटाइजेशन ऑफ हॉस्पिटल्स. यानी ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഹോസ്പിറ്റലുകളൊക്കെ കോർപ്പറേഷൻ മോഡിലേക്ക് മാറിയത് കൊണ്ടാണ്. हॉस्पिटल्स को भी कॉर्पोरेट कंपनीज की तरह टारगेट और प्रॉफिट सेंट्रिक बना देना. एक काफी इंटरेस्टिंग रिसर्च पेपर है जिसमें रिसर्चर्स ने महाराष्ट्र के टॉप हॉस्पिटल्स के 43 स्पेशलिस्ट डॉक्टर्स, सीनियर गवर्नमेंट एक्स ऑफिशियल्स और कॉर्पोरेट हॉस्पिटल्स के मैनेजर्स को तक इंटरव्यू किया ताकि वो इन हॉस्पिटल्स में जो कंपनीज की तरह ही टारगेट बेस्ड स्ट्रक्चर चल रहा है उसे पब्लिकली एक्सपोज कर पाए. एंड द रिजल्ट्स वर शॉकिंग. सो सबसे पहले तो सैलरीज की बात करते हैं. सो रिसर्च में पार्टिसिपेट किए रिस्पोंडेंट्स का यह कहना था कि हॉस्पिटल्स में काम कर रहे डॉक्टर्स की सैलरीज में बहुत ह्यूज डिफरेंस होता है. इतना ज्यादा कि न्यूबी डॉक्टर्स को 1 लाख पर मंथ की सैलरी मिलती है, लेकिन सीनियर डॉक्टर्स को 1 करोड़ पर मंथ तक भी ये सैलरी पहुंच जाती है. अब सवाल यहां पर यह आता है कि इतना बड़ा डिफरेंस क्यों? क्योंकि डिफरेंस इनके टारगेट्स में भी होता है. അതായത് നിങ്ങൾ കേട്ടു മനസ്സിലായി. അതായത് പുതിയ ഡോക്ടർക്ക് 1 ലക്ഷം സാലറി തുടങ്ങുമ്പോൾ 1 കോടി മന്ത്ലി സാലറി വാങ്ങുന്ന ഡോക്ടേഴ്സ് അടക്കമുണ്ട്. ഈ വ്യത്യാസം, സാലറിയുള്ള വ്യത്യാസം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടാർഗറ്റിലാണ് കിടക്കണമെന്നാണ് പറയണത്. ഈ ഓരോ റിപ്പോർട്ടിന്റെയും ആധികാരിക ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ വീഡിയോ, നിങ്ങൾ ശ്രദ്ധിക്കുക.
एक सीनियर ऑप्थेल्मोलॉजिस्ट का ये कहना है कि उन्हें एवरी मंथ 1000 पेशेंट्स को कैसे भी करके हाई एंड ट्रीटमेंट्स में कन्वर्ट करना पड़ता है। इसी पर एक और गायनाक रिस्पोंडेंट का कहना ये था कि मंथ एंड में टारगेट्स का प्रेशर काफी बढ़ जाता है, जिसके लिए उन्हें कैसे भी करके आउट पेशेंट्स यानी कि ओपीडी पेशेंट्स को भी बिना मतलब के हॉस्पिटलाइज करना ही പടുത്ത है അതായത് ഗൈനക്കോളജി ഡോക്ടറൊക്കെയാ പറയണത് വന്ന് കണ്ടു പോകേണ്ട ആൾക്കാരെ പോലും കിടത്തി ചികിത്സിക്കേണ്ട കാര്യങ്ങളിലേക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് पड़ता है और नतीजा ज्यादा से ज्यादा सर्जरीज रेकमेंड करके टारगेट्स मीट किए जाते हैं, क्योंकि टारगेट ही यहां पर 1000 पेशेंट है। अब आप खुद ही सोचो, हर हॉस्पिटल में हर डिपार्टमेंट जैसे ऑप्थेल्मोलॉजी में ही ले लो, उसमें मिनिमम 5 से 6 डॉक्टर्स होते हैं और सबको सिमिलर टारगेट्स दिए जाते हैं। तो जस्ट इमेजिन हॉस्पिटल्स प्रॉफिट एंड आवर लॉस। ഹോസ്പിറ്റൽ പ്രോഫിറ്റ് ആൻഡ് അവർ ലോസ്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ടീമിൽ 5 NTC സോറി 5 STC ഉണ്ടെങ്കിൽ 5 STCക്ക് ഓരോ ടാർഗറ്റ് കൊടുത്താൽ നമ്മുടെ ലീഡറുടെ ടാർഗറ്റ് കൂടുമല്ലേ? അതേപോലെ ഒപ്താൽമോളജിയിൽ 5 ഡോക്ടർമാരുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. അങ്ങനത്തെ എത്ര ഹോസ്പിറ്റൽ നിങ്ങളെ കണക്കുകളൊക്കെ ഒന്ന് കേട്ടാൽ മതി. And by the way, these targets are taken very seriously. उसी रिसर्च में कई सारे सीनियर डॉक्टर्स का ये कहना था कि अगर कोई डॉक्टर अपने टारगेट्स को लगातार 2 महीनों तक मिस करता है तो बिल्कुल कॉर्पोरेट्स जैसा ही उसको वर्बल वार्निंग मिल जाएगी या फिर एक मेमो दिया जाएगा, और उसके बाद भी अगर टारगेट्स मीट नहीं होते तो ऑफ कोर्स टाटा बाय बाय. പറഞ്ഞത് മനസ്സിലായി? അതായത് ഈ ടാർഗറ്റുകള് അവർക്ക് കൊടുത്ത ഡോക്ടേഴ്സിന് കൊടുത്ത ടാർഗറ്റുകൾ അവർ സീരിയസ്ലി വാച്ച് ചെയ്യും. ഒരു 2-3 മാസം ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ വെർബൽ വാണിംഗ് വായോണ്ട് പറയും. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ലെങ്കിൽ ഓക്കെ ടാറ്റ ബൈ ബൈ. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന അവരുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാ? ഒരു ഡോക്ടർ മഴയത്ത് റെയിൻകോട്ട് ഇട്ട് നനഞ്ഞ് സ്കൂട്ടറിലാണോ യാത്ര ചെയ്യാറ്? നിങ്ങൾ അങ്ങനെയാണോ കാണാറ് ഡോക്ടർമാരെ? സ്വാഭാവികമായിട്ടും അല്ല, അല്ലേ? സോ അവർക്കൊരു ഹൈ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഇൻകം കട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇൻകം കട്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ പ്രശ്നത്തിലേക്ക് പോവാണ്. ഈ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് അവർ എന്താ ചെയ്യാൻ പോണേ നിങ്ങൾ കേൾക്കുക. आप यहाँ पर देख सकते हो हॉस्पिटल इंडस्ट्री कैसे ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പണ്ട് പറയാറ് ആതുര സേവനം എന്നായിരുന്നു വാക്ക്. എന്നാൽ ഇന്ന് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ്. एक सर्विस इंडस्ट्री होनी चाहिए जिसमें कस्टमर पेशेंट टॉप प्रायोरिटी होना चाहिए, बट यहाँ पे प्रॉफिट टॉप प्रायोरिटी हो जा रहा है. और बाय द वे इन टारगेट्स का ट्रैक भी हॉस्पिटल हायर्ड मैनेजमेंट प्रोफेशनल्स यानी कि MBAs, जो कि बड़े बड़े MNCs में ऑपरेटिंग ऑफिसर्स, एग्जीक्यूटिव, सुपरवाइजर्स ऐसे काम करते हैं, ये लोग बकायदा डॉक्टर्स के इन टारगेट्स का ट्रैक रखते हैं. एंड ऑफ कोर्स यहाँ पर डॉक्टर्स भी उतने ही डेडिकेशन के साथ ये टारगेट्स को पूरा करते हैं, क्योंकि जैसे हमने देखा उनकी सैलरी बहुत ही हाई होती है. ഒന്നുമില്ല, ഒരു വലിയ സാലറി ഉള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് അത് അവർ കമ്മിറ്റ്മെന്റോട് കൂടി ആ വാങ്ങുന്ന സാലറിയുടെ പ്രവൃത്തി ചെയ്യുന്നു. लेकिन उनका ये हाई पेइंग जॉब मोस्टली कॉन्ट्रैक्चुअल बेसिस पर होता है, एंड सो उस कॉन्ट्रैक्ट को रिन्यू कराने के लिए और उनका न्यू पे स्केल डिसाइड करने के लिए उनके पिछले साल के टारगेट्स को देखा जाता है. അതായത് നോർമലി അധികം ഹോസ്പിറ്റലുകൾ ഇപ്പൊ ഡോക്ടേഴ്സിന് എടുക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ്. അപ്പൊ ആ കോൺട്രാക്ട് ബേസിസിൽ എടുക്കുമ്പോൾ അടുത്ത വർഷം സാലറി ഹൈക്ക് എല്ലാം വരാൻ കണക്കിലെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അവരുടെ ടാർഗറ്റ് മീറ്റിംഗ് പെർഫോമൻസുകളാണ്. जो अनफॉर्चुनेटली इन डॉक्टर्स को फोर्स कर देता है इलीगल स्कैम्स तक. ഇതാണ് ഭീകരത. അതായത് അവരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സാലറി കുറയാതിരിക്കാൻ ഇല്ലീഗൽ സ്കാംസ്, അവയവ കച്ചവടങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. करने के लिए नाउ मेडिकल फील्ड के इलीगल प्रैक्टिसेस को थरली समझने के लिए हमने ये सारा इंफॉर्मेशन 2 काफी प्रोमिनेंट डॉक्टर से लिया है. पहला है पद्मा. ഞാനൊന്ന് ഓടിച്ചു പറയാം, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു നമ്മുടെ ഡോക്ടർ BM ഹെഗ്ഡെ. ഒരു ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന പരമോന്നത ബഹുമതികളാണ് പത്മഭൂഷണും പത്മവിഭൂഷണും. ഇത് രണ്ടും വാങ്ങിയ ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ BM ഹെഗ്ഡെ. അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് ഇതുണ്ടോ, 10 ways how doctors in India loot patients. Loot means കൊള്ളയടിക്കുക. എങ്ങനെയാണ് രോഗികളെ കൊള്ളയടിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. ഇതൊക്കെ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിക്കുക. भूषण एंड पद्म विभूषण अवॉर्डी डॉक्टर ലാബ് ടെസ്റ്റ് അൺവാണ്ടഡ് ടെസ്റ്റുകൾക്ക് എഴുതി കൊടുക്കുന്നു. സ്കാനിങ്, എക്സ്റേ, അൺവാണ്ടഡ് MRI. BM हेगड़े അനാവശ്യമായിട്ട് വേറെ ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുന്നു. हॉस्पिटल चार्जेस 30 to 40% अनवांटेड चार्जेस जो उन्होंने एक आर्टिकल लिखा था, उस आर्टिकल का रेफरेंस है. ऑब्जर्वेशन വെക്കുന്നു, ICU इंटेंसिव केयर. और दूसरा रेफरेंस हमने लिया
unnecessary cesarean surgeries and hysterectomies. है एक बुक से कॉल्ड डिसेंडिंग डायग्नोसिस बाय डॉक्टर अरुण गाड्रे एंड डॉक्टर ആ ഇനി പറയാൻ പോണ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം. ഈ രണ്ട് ഡോക്ടർമാര് अभय शुक्ला ഈ രണ്ട് ഡോക്ടർമാരും കൂടെ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പുസ്തകത്തിന്റെ പേര് തന്നെ ഡിസെൻഡിങ് ഡയഗ്നോസിസ്, ഡിസെൻഡിങ് മീൻസ് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം ഇറക്കി. ഞാൻ അടുത്ത ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറയാം. लेकिन काफी ढूंढने के बावजूद भी हमें ये बुक ऐसे पब्लिकली अवेलेबल नहीं मिली. ഇന്ത്യ മുഴുവൻ തെരഞ്ഞിട്ടും ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ എന്താണ് മെഡിക്കൽ മാഫിയ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്രയും വലിയൊരു ബുക്കിന്റെ ഈ ഒരുപാട് കോപ്പിയിൽ ഇറങ്ങിയ പുസ്തകത്തിന് ഒരു കോപ്പി പോലും ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. लेकिन हमें बिजनेस इनसाइडर का एक आर्टिकल ബിസിനസ് ഇൻസൈഡർ ഇതില് ആ പുസ്തകത്തിന്റെ ഒരു ആർട്ടിക്കിൾ പുസ്തകം ഇറങ്ങുമ്പോൾ ഒരു ആമുഖം പോലെ വരുമല്ലോ, അന്ന് ഇറങ്ങിയതിന്റെ ഒരു കഷ്ണം അവർ मिल गया जिसमें उस बुक के कुछ मेन एक्सर्प्ट्स अवेलेबल है. स्टार्टिंग विद द फर्स्ट स्कैम जो इतना घिनौना है कि इंसानियत भी काइंड ऑफ शर्मा जाए. മനുഷ്യത്വം പോലും ലജ്ജിക്കുന്ന ഒരു അതിലുള്ള കുറെ റിപ്പോർട്ട്. ഒന്നാമത്തെ റിപ്പോർട്ട് അവർ വായിക്കുന്നത് कीपिंग डेड पेशेंट्स अलाइव. മരിച്ച ആൾക്കാർ. टाइम्स ऑफ इंडिया ने ऐसे कई सारे केसेस पर एक रिपोर्ट पब्लिश की है जिसमें डॉक्टर्स डेड पेशेंट्स को भी जिंदा बताकर उनके ट्रीटमेंट्स चालू रखते हैं ताकि ज्यादा से ज्यादा पैसे बनाए जा सके और फिर अंत में जाकर सच्चाई पब्लिक करते हैं. टीओआई में ही पब्लिश्ड एक केस में एक हॉस्पिटल ने पेरेंट्स को बिना बताए उनके 14 साल के ब्रेन डेड बच्चे को 1 महीने तक वेंटिलेटर पर रखा. सो 1 महीने तक जो बच्चा मर चुका था उसे जिंदा बताया गया और वेंटिलेटर पर रखा, खर्चा जनरेट किया. बाद में हॉस्पिटल നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടതുവശത്ത് താഴെ കാണാം TOI, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ടാണ്. കാര്യം ഹോസ്പിറ്റൽ 5 ലക്ഷം ഫൈൻ അടച്ചു. എന്തിനാന്ന് നിങ്ങൾ കേട്ടല്ലോ അല്ലെ. 14 വയസ്സുള്ള കുട്ടി മരിച്ചു, പക്ഷെ 1 മാസം വെന്റിലേറ്ററിൽ വെച്ചിട്ട് അവര് പൈസ ഉണ്ടാക്കി. ഐ മീൻ ഹോസ്പിറ്റൽ ബില്ല് അടപ്പിച്ചു. മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളും ചിന്തിച്ചു നോക്കണം. ഇതാണ്, അതായത് ഈ ഇൻഡസ്ട്രിയിൽ ടാർഗറ്റ് ഉണ്ട്. നമ്മുടെ സമയം ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ കാണിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് പാരസെറ്റമോൾ ഗുളിക ഡോളോ 650 വൻതോതിൽ കുറിച്ചു നൽകാൻ മരുന്ന് കമ്പനി ഡോക്ടേഴ്സിന് 1000 കോടി രൂപ നൽകിയെന്ന് കണ്ടെത്തൽ. ഡോളോ 650 ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോ ലാബ്സ് കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ. ഞാൻ അതിനെപ്പറ്റി മലയാളത്തിൽ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. 1000 കോടി രൂപയാണ് അല്ലേ കൈക്കൂലി. അപ്പോ അവരുണ്ടാക്കുന്ന ടേൺ ഓവറൊക്കെ എന്താ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും വേണ്ട. ലോകം മുഴുവൻ സ്തംഭിച്ച കൊറോണ വന്നപ്പോ എന്താ ചികിത്സക്ക് കൊടുത്ത സാധനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കൊക്കെ അറിയാലേ കൊറോണയ്ക്ക് കൊടുത്ത സാധനങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇത് അതായത് കൊറോണയ്ക്ക് ഡോളോ. അതായത് നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ചോറ് വേറെ ആരെങ്കിലും തിന്നോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ തലച്ചോറ് വേറെ ആർക്കും തിന്നാൻ കൊടുക്കരുതെന്ന് പറയും. നമ്മൾ ചിന്തിച്ചു നോക്കുക കാര്യങ്ങൾ എന്താ നടക്കുന്നതിന് ചുറ്റുവട്ടത്ത്. ഇപ്പൊ ഈ പറയുന്ന വീഡിയോ കൂടെ ഞാൻ ഓടിച്ചു പറയാം. ഇത് നാസർ സാറാണ്. നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്ത് ക്രസന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ക്രസന്റ് ഹോസ്പിറ്റലിന്റെ MD ആണ് അദ്ദേഹം. പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. ഒരു പേഷ്യന്റിനെ കോഴിക്കോട് പരിസരത്തുള്ള വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ആ ആംബുലൻസ് ഡ്രൈവർക്ക് 2500 രൂപ കിട്ടും. ഒരു പേഷ്യന്റിനെ അവിടെ എത്തിച്ചു കൊടുത്താൽ വിത്തിൻ മിനിറ്റ്സ് ആ ഡ്രൈവർക്ക് 2500 രൂപ കൊടുക്കും. കോഴിക്കോട് പരിസരത്തുള്ള വലിയ ഹോസ്പിറ്റൽ. ഇതൊരു സത്യമാണ്, നഗ്നമായ സത്യമാണ്. 3000 കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ബാക്കി ഒരു ഹോസ്പിറ്റൽ 2000, ബാക്കി 2 ഹോസ്പിറ്റൽ 2500. പേര് ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. എന്ന് മാത്രമല്ല രാമനാട്ടുകര ഫറോക്ക് ഏരിയകളിൽ മാത്രം 30 ആംബുലൻസ് ഡ്രൈവർമാർ ഇതിലെ മെമ്പർമാരാണ്. എല്ലാ മാസവും ഒരു പേഷ്യൻറ്റിന് 2500 രൂപ തോതിൽ ഒരു ഡ്രൈവർ 10 ആളെ എത്തിച്ചാൽ 25000 രൂപ കിട്ടും. അയാൾക്ക് ഒരു പക്ഷേ ഫറോക്കിൽ നിന്ന് രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് ഓടിയാൽ 500 രൂപയെ കിട്ടുള്ളൂ. അതിൻ്റെ ഡീസലിൻ്റെ പൈസയും വണ്ടിൻ്റെ ചാർജ് അയാളുടെ പൈസയൊക്കെ അതിൽ കഴിയണം. പക്ഷെ ഒരു രോഗിനെ എത്തിച്ചാൽ 2500 രൂപ കിട്ടും. ഒന്നും അറിയാതെ കയ്യിൽ 2500 രൂപ കിട്ടും. 10 ആളെ 20 ആളെ എത്തിച്ചാൽ സ്വാഭാവികമായിട്ട് 50000 രൂപ കിട്ടും ഒരു മാസത്തിൽ. അപ്പം അത് അപ്പം തന്നെ കിട്ടും പൈസ. പോരുമ്പോൾ തന്നെ കയ്യെ പൈസ കൊടുക്കും. പിന്നെ അതിൻ്റെ പുറമെ സാധാരണ നടക്കുന്ന ഒരു സംഭവം മാസത്തിൽ ഒരിക്കൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഇവർക്ക്. ഈ 30 ഡ്രൈവർമാർക്ക് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഈ പരിസരത്തുള്ള ഹോട്ടൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സർജറിക്ക് ടാർഗറ്റ് ഉണ്ട്.
പേഷ്യൻസിന് ടാർഗറ്റ് ഉണ്ട്, മെഡിസിൻസിന് ടാർഗറ്റ് ഉണ്ട്. ഞാൻ സ്ലൈഡ് നമ്മുടെ സമയം ആയതുകൊണ്ട് സ്ലൈഡ് ഓഫാക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഒരു വീഡിയോ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ നാട്ടില് ചില വാക്സിൻസ് മരുന്ന് നിർമ്മാണത്തിന് വേണ്ടി മുതലകളെ വളർത്തുന്നുണ്ട്. കൃത്രിമമായിട്ട് മുതലക്കുളത്തിൽ മുതലകളെ വളർത്തുന്നുണ്ട്. ശരിക്കും ഈ കൃത്രിമ മുതലക്കുളത്തില് ഇതിന് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഫീഡിങ് ക്രൊക്കോഡൈൽ. ഇത് കൊടുക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ അർബാന ഉണ്ടല്ലോ, അർബാനയിൽ ഇറച്ചി കൊണ്ടുവന്നിട്ട് വളരെ ശാന്തമായി കിടക്കുന്ന ഈ സിമന്റ് കുളത്തിന്റെ ഓളമൊന്നും ഉണ്ടാവില്ല, ഈ കരക്കൽ കൊണ്ടുവന്നിട്ട് അർബാനയിൽ ഇറച്ചി തട്ടും. അർബാന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആ മറ്റേ വണ്ടി. ഈ ഇറച്ചി തട്ടി കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഈ കൃത്രിമ കുളത്തിൽ നിന്നും 100 കണക്കിന് മുതലുകൾ കയറി വന്നിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് ഇറച്ചി അപ്രത്യക്ഷമാവും. സത്യം പറഞ്ഞാല് ആ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ വേണം. അങ്ങനെയാണ് ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരാൾ അങ്ങോട്ട് വന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ് അപ്രത്യക്ഷമാക്കാൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇതിന്റെ ഭീകരത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വെൽനസ് സെഗ്മെന്റ് എന്ന് പറയും. ആ ഉൽപ്പന്നങ്ങളുടെ പേരാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വ്യക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അടുത്തതായിട്ട് അയാൾ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രൊഡക്റ്റാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. നോർമലി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് പ്ലാന്റ് ഒറിജിൻ ആണ്, സസ്യനിർമ്മിതങ്ങളാണ്. എന്നാൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് കെമിക്കൽ ഒറിജിൻ ആണ്, അതായത് കെമിക്കൽസ് ആണ്. അതിന്റെ ബുദ്ധിമുട്ടിലേക്കും സൈഡ് എഫക്ട്സിലേക്കുള്ള വീഡിയോയിലേക്ക് ഞാൻ പോണില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കേണ്ടതിന്റെ അത്യാവശ്യകത നമുക്ക് ഓർമ്മ വേണം. പല ആൾക്കാരും ഇത് വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്നു നമുക്ക് ഇത് കഴിച്ചില്ല, ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ പൊല്യൂഷൻ, ഇന്നത്തെ സ്ട്രെസ്, റേഡിയേഷൻ, നമ്മൾ ഓട്ടോമാറ്റിക്കലി അസുഖങ്ങളിലേക്ക് തനിയെ എത്തിപ്പെട്ടാൽ അവിടെ ചെന്നാൽ എന്താ നടക്കണമെന്നുള്ളതാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചു തന്നത്. ഇത് മനസ്സിലായ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഓരോരുത്തരും 95 കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഡെയിലി ഡീറ്റോക്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? കവചപ്രാശം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? സ്പിർലിന, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമയം 7 വരെയാണ് എനിക്ക് സാറ് സമയം തന്നത്, 31 ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ വ്യാപ്തി നമ്മൾ അറിയുക. സോ ഇത്രയും വലിയൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വണ്ടി, ഇപ്പൊ നമുക്കൊരു 2 വീലർ ഉണ്ട്, വർക്ക്ഷോപ്പിൽ പോയി അയാൾ പറയാൻ ടയർ മാറ്റണം, നമുക്ക് ചിന്തിക്കാം കുറച്ചും കൂടെ കട്ടുണ്ടല്ലോ, ബാക്കി ഒരു 6 മാസം കൂടെ കിട്ടും, അല്ലെ 2 മാസം കിട്ടും നമുക്കറിയാം. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ വെക്കണം സർജറി, 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യം പറിച്ചിട്ടുണ്ടോ നമുക്ക്? സോ അവിടേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവനവൻ ചിന്തിക്കുക, തീരുമാനിക്കുക. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നേട്ടം കൂടെ പറഞ്ഞിട്ട് വിടവാങ്ങുകയാണ്. കാരണം ഇൻഡസ്ട്രി കടന്നു വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമ്പോൾ പേടിച്ചു പറഞ്ഞല്ലോ, ടേൺ ഓവറൊക്കെ മാറി 2000 നമ്മുടെ കൊറോണ പീരീഡ് 19 സമയം കഴിഞ്ഞ ആ സമയത്ത് തന്നെ എന്താ പറയാ 210 സംഖ്യയിലേക്ക് ഈ കയ്യിലേക്ക് വാങ്ങിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, 2 മാസം ഹോം ക്വാറന്റൈൻ ആയിട്ട് എൻ്റെ വീട്ടിൽ ഇതേ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് 210 വാങ്ങിക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം, ഒരാഴ്ചയിൽ 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 30,000 ആണ്. നമ്മുടെ നാട്ടില് ആൾക്കാർ മാസം 30,000 കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ ഓടാൻ തയ്യാറാ. അപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ ദിവസം 30,000 ഇങ്ങോട്ട് കയറി വന്നത്. അതിന്റെ കാരണം ഒരു ടീം ഉണ്ടാക്കി ഈ ഇൻഡസ്ട്രി പഠിക്കാൻ തയ്യാറായി. സോ ഞാൻ പറയുന്നത് നിങ്ങൾ ആ തിരിച്ചറിവിലേക്ക് വരിക. ഏതായാലും ആ സമയത്ത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 6 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബിസിനസ്സിലെ പ്രോഫിറ്റ് കൊണ്ട് വാങ്ങിയ ഒരു സ്കോഡ എന്ന വാഹനത്തിലാണ്. പിന്നെ കഴിഞ്ഞ മുന്നത്തെ വർഷം എന്താ പറയുക, ഞാൻ പല മീറ്റിങ്ങിലും പോകുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് വരുമാനം കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യ നമ്പർ 1 കോടീശ്വരൻ മുകേഷ് അംബാനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. വിവാഹ വാർഷികത്തിന് കൊടുത്തത് ഒരു എയർക്രാഫ്റ്റ് ആണ്, ഒരു വിമാനമാണ് ഗിഫ്റ്റ് കൊടുത്തത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മുകേഷ് അംബാനി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ്, 2 കൈയും 2 കാലും 2 കണ്ണൊക്കെ ഉള്ള വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം വലുത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എന്ന് നമ്മളൊന്ന് പഠിക്കണം. അവിടെയാണ് റിലയൻസ് ഗ്രൂപ്പിന് വേണ്ടി നേരിട്ടോ അല്ലാതെയോ ജോലി ചെയ്യുന്നത് ഏകദേശം 4 ലക്ഷത്തോളം എംപ്ലോയീസ് ആണ്. ഒരു എംപ്ലോയി ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ 40 ലക്ഷം വർക്കിംഗ് അവർ ആണ് മുകേഷ് അംബാനിയുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ.
എന്നാൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ദിവസത്തെ വർക്കിംഗ് അവർ എത്രയാ? 8-10 മണിക്കൂർ. ഈ വർക്കിംഗ് അവർ ആർക്കൊക്കെ ഭൂമിയിൽ ഉയർത്താൻ പറ്റിയിട്ടുണ്ടോ അവരൊക്കെ വലിയ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വലിയ വരുമാനത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈലേജ് ടു മാർക്കറ്റ് നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ തുടങ്ങുന്ന ഒറ്റയ്ക്കാണ്. നമ്മൾ അല്പം സമയം മാറ്റി വെച്ചു, 2 പേരെ കൊണ്ടുവന്നു, അവരെ സഹായിച്ചു, അത് 4ആയി 8ആയി, അങ്ങനെ ടീം വലുതാവുമ്പോൾ നമ്മുടെ കൂടെ വന്നവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി ഇട്ട് തരുന്നു. ഹലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പരിചയപ്പെടുത്തിയവർ ചെയ്യുന്ന കച്ചവടം നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി ആക്കി തരും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോടികളൊക്കെ വന്നേ. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഇൻകം പ്ലാൻ. ഞാൻ പല മീറ്റിങ്ങിൽ പോകുമ്പോൾ വൈഫിനെയും കൂട്ടിയൊക്കെ പോവുക. അപ്പോൾ വൈഫ് ഇടയ്ക്ക് ഒരു ദിവസം ചോദിച്ചാ, അല്ല മുകേഷ് അംബാനിന്റെ വീട്ടിൽ മാത്രമേ വിവാഹ വാർഷികമൊക്കെ ഉള്ളൂ എന്ന്. കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അത് തന്നെ. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് വൈഫിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഒരു ഫുൾ ഓപ്ഷൻ 5 ഇലക്ട്രിക് കാറൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി കൊടുക്കാനൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ ഒക്കെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പലതും ഫാമിലി ആയിട്ട് ഒക്കെ സഞ്ചരിക്കാൻ. അതിലെ ഒരു ലാസ്റ്റ് ട്രിപ്പ് ഞാൻ ഷഹീർ സാറിന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇൻഡസ്ട്രി സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം ചെയ്യുന്നത്. അതൊന്ന് ആ നന്മ പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവോ സുഹൃത്തോ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കോടാനുകോടി രൂപ ഈ ഇൻഡസ്ട്രി വരുമാനം തരും. അതിന്റെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അല്ലെ? ഇപ്പൊ നമ്മുടെയൊക്കെ അപ്ലൈൻ അനീഷ് ബാബു സാറിന്റെ ഒക്കെ ജീവിതം നേരിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഏത് മൂലം പറ്റുന്ന നേരിട്ട് കണക്ഷൻ കിട്ടുന്ന ആൾക്കാരാ. ഞങ്ങൾ കോഴിക്കോട് വല്ലപ്പോഴാണ് കിട്ടുന്നത്, അല്ലേ? സോ നിങ്ങൾക്ക് അറിയാം ഈ ഇൻഡസ്ട്രി ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി കൂടെ രക്ഷപ്പെട്ട ഒരുപാട് പേരെ എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ കാണാം, കോഴിക്കോട് കാണാം, ഓൾ ഓവർ ഇന്ത്യ കാണാം. സോ ഈ യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിൽക്കുക. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ആദ്യം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുക. സോ ഈ ഇൻഡസ്ട്രി ഞങ്ങൾക്കൊക്കെ വലിയ നേട്ടങ്ങൾ തന്ന അനുഗ്രഹിച്ച ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ തരാറാകുമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കൂടെ ക്ഷണിച്ച ഷഹീർ സാറിനും ചാൾസ് സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.